ചങ്കളെ നമസ്കാരമുണ്ട്. ഇന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ വന്നത് കബ്ജി ഷെരീഫിൻ്റെ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുപ്പിലങ്ങാട് ബിരിയാണിയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. ഈ കമ്പനിയുടെ കാര്യങ്ങളല്ല, ഈ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കബ്ജി ഷെരീഫിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നല്ലൊരു ഇൻഫ്ലുവൻസറാണ്, സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അയാൾ പറയുന്നത് അയാളുടെ ബിരിയാണി നല്ല രസമുണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാരി പിന്നെ ഭയങ്കര സ്പേസാണ് ഇവിടെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം വെച്ചാൽ സാധാരണ ഒരു ഇടുങ്ങിയ സ്ഥലം എന്നല്ല. പിന്നെ ക്യാബിനായിട്ട് ഓരോ ക്യാബിനിലും പ്രൈവസി ഫാമിലീസിനുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡബിൾ ക്യാബിൻസ് ഉണ്ട്, സിംഗിൾ ക്യാബിൻസ് ഉണ്ട്. പിന്നെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് അവിടെ വരെ എന്നല്ല, അതിന് ശേഷം വീണ്ടും ഗ്ലാസിൻ്റെ അപ്പുറത്ത് വീണ്ടും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫാമിലി ആയിട്ടും സാധാരണ സിംഗിളറായിട്ടും എല്ലാം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യാബിൻ ബുക്ക് ചെയ്ത ക്യാബിൻ ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ക്യാബിന്. ഞാൻ ബുക്ക് ചെയ്ത സാധനങ്ങൾ ഇതാണ് മുഴുപ്പിലങ്ങാട് ബിരിയാണി എന്നവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നുള്ളൂ. ആൾക്കാരുണ്ട് ചോദിച്ചൊക്കെ എന്താന്നുള്ളത്. ഫസ്റ്റത്തെ സ്പെഷ്യലും മുഴുപ്പിലങ്ങാട്ട് തന്നെ കുഴപ്പമില്ല. ഇയാളെന്ന് പറയുന്നുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ് ഇയാള്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇതാ ഇവരോട് ചോദിച്ചു എന്താണ് എങ്ങനെയുണ്ട്. അല്ല മോള് പറയും എങ്ങനെയുണ്ട് ബിരിയാണി? നല്ലതാണോ? ഓക്കെ അവർക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഫാമിലിയോട് കഴിക്കാൻ തുടങ്ങാം. നമ്മള് നോക്കാം, എന്തായാലും ടെസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം. ഞാൻ മുഴുപ്പിലങ്ങാട് ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഒന്ന് ഞാൻ ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ നോക്കിയിട്ടില്ല ഞാൻ. അടിപൊളിയാണ് കേട്ടോ. ഇത് വെറുതെ പറയല്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇതിപ്പം ആളെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. എനിക്കിഷ്ടമായി. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കഴിക്കുക പറ്റുമെങ്കിൽ. നല്ല എന്താ അഭിപ്രായം ഇവിടെ ചോദിച്ചു വന്നുകൊണ്ട് എങ്ങനെയുണ്ട്? നാട്ടിൽ ബിരിയാണി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക്സ്. ഓക്കെ എല്ലാം എങ്ങനെയുണ്ട് ഭായി? ഈ തിന്നെന്താ ചിക്കൻ ലോലിപ്പോപ്പാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ടോ? സോനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ശരി ഓക്കെ. പിന്നെ ഈ കഴിക്കുന്നത് ക്രാബിൻ്റെ സൂപ്പാണ്. അതിന് നല്ല നിറമുണ്ട്. എങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കണം. എന്തായാലും എങ്ങനെയുണ്ട് ടേസ്റ്റ്? വെറൈറ്റി ടേസ്റ്റ് ഉണ്ടല്ലേ? ക്രാബിൻ്റെ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ഈ ടേസ്റ്റുകളൊക്കെ ഇവരുടെ സ്പെഷ്യൽ ടേസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ ഇത് ഇതെന്താ